കണ്ടാതപ്പോ എന്നാ ഓടി നോക്കണം ഇല്ലാതെ ആരെ കളിച്ചാണ് നമുക്കറിയാം. കിടക്കാം. നമ്മുടെ വിശിഷ്ടാതിഥിയായ നമ്മളുടെ തന്നെ കുടുംബത്തിലെ അംഗം തലയെടുപ്പോടെ നിൽക്കുന്നത് നമ്മൾ ഓരോ കുടുംബാംഗങ്ങൾക്കും കാക്കുന്ന ദേവ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. ചങ്കുകളാണ് കഴിഞ്ഞ വർഷം നമ്മൾ വിട്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം സോമരാജ് നമ്മുടെ പ്രിയപ്പെട്ട സോമരാജ് കഴിഞ്ഞ ഞങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ശരിക്കും ചന്ദ്രാഭാരങ്ങളുടെ പേരിൽ അറിയപ്പെടാൻ ഭാഗ്യം കിട്ടിയ ആളാണ് വിട്ടു പോകുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഉദാഹരണമായിരുന്നു ശ്രുതി സാറിൻ്റേത്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗോപികളായിരുന്നു. ഗോഡ്ഫാദർ മിമിക്രി എന്ന കലയെ ജ്ഞാനസ്നാനം ചെയ്യിച്ച് മിമിക്സ് പരേഡാക്കി വേദികളിൽ ചിരിയുടെ പെരുമഴ തീർത്ത മിമിക്രിയുടെ ഒരേ ഒരു സൗമ്യനായ ഹിറ്റ്ലർ മായന സംഘടനയുടെ രക്ഷാധികാരിയും ജീവനാടിയുമായിരുന്ന നമ്മുടെയൊക്കെ ബിഗ് ബ്രദർ ഓരോ മിമിക്രി കലാകാരന്മാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നിരന്തരമായി ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരുന്ന നമ്മുടെ ബോഡി ഗാർഡ്. നല്ല തമാശ നല്ല വേദനയിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ആ വേദനയെ ഒരാൾ തമാശയായിട്ട് പറയുമ്പോഴാണ് ആ വേദനയും കിട്ടും, ഒപ്പം തമാശയും കിട്ടും. കളങ്കമില്ലാത്ത ചിരി കൊണ്ട് ഭാഷകളെ മറികടന്ന് തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കിയ അത്ഭുത സംവിധായകൻ ശ്രീ സിദ്ദിഖ് സാർ. മലയാള സിനിമാ ചരിത്രത്തിൽ ഒരു പൊട്ടിച്ചിരിയോളം പോന്ന ഓർമ്മയായി മായാത്ത ഹിറ്റ് ചിത്രമായി കാലം സിദ്ദിഖ് സാറിനെ ഓർമ്മിക്കുമ്പോൾ നമുക്കത് മറക്കാനാവാത്ത വിയോഗമായി മാറുന്നു. സാറിന്റെ തന്നെ സിനിമയിൽ ചിരിയുണർത്തിയ അരമണിക്കൂർ മുൻപേ പുറപ്പെട്ടുവെന്ന ഡയലോഗ് കേൾക്കുമ്പോൾ പല്ലൊലിക്കുന്ന കാലത്തിനു മുന്നിൽ തലകുനിച്ചുകൊണ്ട് സാറിന്റെ മായാത്ത ഓർമ്മകൾക്ക് മുന്നിൽ ഈ സഹോദരങ്ങളുടെ പ്രണാമം. എനിക്ക് തോന്നുന്നു ഒരു ഔപചാരികതയുടെ പേരിൽ സ്വാഗതം പറയുകയാണ്. പൊള്ളരികനായെന്ന് പറഞ്ഞവൻ അടിച്ചു മാറ്റുന്നല്ല കേട്ടോ. നമ്മുടെ സംഘടന ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് അത്യാവശ്യം അമ്മ ഒരു വലിയ സംഘടന കഴിഞ്ഞാൽ അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ളൊരു സംഘടനയാണ് നമ്മുടെ അമ്മ സംഘടന. അത് മറ്റ് പല സംഘടനകൾക്കും ഇതിനാണ് പ്രൊഡ്യൂസർ ജീവിക്കാം. ഏറ്റവും എപ്പോഴും പറയാറുണ്ട് അവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി ഒരു മാസഘടനയിൽ വേദിയിലും സദസ്സിലുള്ള പ്രിയ സഹോദരങ്ങൾ, ഇതൊരു പ്രത്യക്ഷ പ്രസംഗം എന്ന് പറഞ്ഞിട്ട് ഒരു വലിച്ചു നീട്ടിയുള്ള പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളെല്ലാവരും അങ്ങോട്ടുമായിട്ടും എല്ലാ കാര്യങ്ങളും അന്നന്ന് ദിവസങ്ങളിൽ അതാത് നിമിഷങ്ങളിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പറയുന്ന ശക്തി തന്നെയാണ് അന്ന് മനസ്സ് പറയുകയും ചെയ്തത്. നമുക്ക് ഈ മിമിക്രിക്കാരെ വെച്ചിട്ട്
കൂട്ടായ്മയ്ക്ക് വേണ്ടി വളരെ നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ്റായിട്ടും എല്ലാവരെയും ഒക്കെ ഒരുപാട് പേഴ്സണലായിട്ടും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സുഖം പോകരുത് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവൾ കൗണ്ടറുകൾ പറയാൻ തുടങ്ങി. അപ്പോൾ വരുന്നൊക്കെ ആകുമ്പോൾ എല്ലാവരും വരും, അത് കഴിഞ്ഞ് ബുക്ക് എടുത്ത് അത് നോക്കി വായിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അറിയാം, നമ്മൾ 10 പറഞ്ഞ വർഷം കൂടി ഭരണം തുടരാൻ അനുവദിച്ച എല്ലാ സൂപ്പറായിരുന്നു. കോച്ച് പൊളി.